കാലിൻ്റെ ഒരു പരിചരണം അത് നമ്മളെപ്പോഴും അവോയ്ഡ് ചെയ്ത് കളയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ സ്ഥിരമായിട്ട് സോക്സ് ഇടുന്നവർ, അല്ലെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പറമ്പിൽ പണിക്ക് പോകുന്നവർ, ഇങ്ങനെയുള്ളവരൊക്കെ പല പ്രശ്നങ്ങൾ, പിന്നീട് കാല് വിണ്ട് കീറൽ, കാല് ഭയങ്കര വേദന, അല്ലെങ്കിൽ കാലിൻ്റെ ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഫിംഗേഴ്സിൻ്റെ ഇടയിൽ നമുക്ക് പൊട്ടൽ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇതിന് കെയർ കൊടുക്കുക എന്നുള്ളതാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടുകൊണ്ട് അത് കാണാം. അത് കാല് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. അതിനുശേഷം നമ്മളെപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്കത് വീട്ടിൽ തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. അതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ കൊടുത്തത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് നമുക്ക് മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തുന്ന ബട്ടേഴ്സ്, ഓയിൽസ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാക്സസ്, പിന്നെ നമുക്ക് ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള എസെൻഷ്യൽ ഓയിലുകൾ നമുക്ക് കിട്ടും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലൊരു ക്രീം അല്ലെങ്കിൽ നല്ല തിക്ക് ബട്ടർ ഇത് ഉണ്ടാക്കിയെടുത്തിട്ട് നമ്മളിത് രാവിലെയും വൈകുന്നേരവും നമ്മുടെ കാലുമ പുരട്ടിയിട്ട് ക്ലീൻ ചെയ്യണം. ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കാല് നന്നായിട്ട് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മൾ സോക്സ് ഇട്ട് കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് വിണ്ട് കീറുന്ന ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാലിൻ്റെ ബിറ്റ്വീനിൽ വരുന്ന ആ പൊട്ടൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാറി കിട്ടും. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യലാണ്. നമുക്ക് ഡെഡ് സ്കിൻ നമ്മുടെ ഉപ്പിറ്റിയിലും ഒക്കെ ഇങ്ങനെ അക്യുമുലേറ്റ് ചെയ്യും. അത് നമ്മൾ ഒരു വാം വാട്ടറിൽ വെച്ചിട്ട് അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് പുരട്ടിയിട്ടും കാര്യം ഉണ്ടാവുള്ളൂ. എങ്ങനെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ളത് ഡീറ്റെയിൽഡ് വീഡിയോ, ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്.